ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഒരു ട്രാവലിൻ്റെ ഇതിലാണ്. അപ്പോൾ അടുത്ത 2 ദിവസത്തേക്ക് എനിക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ ഓഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ. അപ്പോൾ ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ US-ൻ്റെയും ഇന്ത്യയുടെയും ടാരിഫിൻ്റെ ചർച്ചകൾ വളരെ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മാർക്കറ്റ് ഇന്നലെ പറഞ്ഞിരുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ലെവലിൽ 25,240. അപ്പോൾ 24,960 ഇല്ലെങ്കിൽ 25,000 മേളിൽ മാർക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിന് മേളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മൊമെൻറ്റം എന്ന് പറയുന്നത് 25,100, 25,240 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ടാർഗറ്റ് ഇന്നലെ കൃത്യമായിട്ട് ഒരു ഇൻട്രാഡേ ട്രേഡറിന് അത് ലാഭം ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ സ്റ്റോക്കും വളരെ മാന്യമായിട്ടുള്ള ലാഭത്തിലാണ് നിൽക്കുന്നത്. ദേവയാനിയിലും വിശാൽ മെഗാ മാർട്ടിലും പ്രോഫിറ്റ് ബുക്കിംഗ് ഇല്ലെങ്കിൽ അവിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. സോ പൊസിഷൻ ഒഴിവാക്കിയിട്ടാണ് ഞാനിപ്പോൾ യാത്ര തുടങ്ങുന്നത്. അതൊരു ഫോളിന് ഉള്ള ഒരു സെറ്റപ്പ് അല്ല എങ്കിലും റെസിസ്റ്റൻസ് എത്തി നല്ലൊരു മൊമെൻറ്റം ഇല്ലാത്തത് കാരണം ഞാൻ അതിനെ കൊടുത്തിട്ട് ലൈറ്റ് പോർട്ട്ഫോളിയോ ആയിട്ട് യാത്ര പോകാം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന 25,240 മേളിലും ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത് 25,380 നിൽക്കുന്നത്. അതായത് അടുത്ത റേഞ്ച് എന്ന് പറയുന്നത് 350 400-440 അടുത്ത ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഹെഡ് ചെയ്യാൻ പോവുകയാണ്. 25,500 നമ്മൾ ഹെഡ് ചെയ്യാൻ പോവുകയാണ്. സോ മാർക്കറ്റ് വളരെ ഗുഡാണ്. സ്വിംഗ് ട്രേഡ് എടുത്ത സിറ്റുവേഷൻസ് എല്ലാം വളരെ നല്ലത് തന്നെയാണ്. അടുത്ത ഒരു 2-3 സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലും അവിടെ ഇട്ടിട്ടുണ്ട്. സോ അടുത്ത മാർക്കറ്റ് ലെവൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാർക്കറ്റ് ഇത് കുറച്ച് കാലമായിട്ട് നമ്മൾ നിന്നിരുന്ന ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു 25,000 എന്ന് പറയുന്നത്. സപ്പോർട്ടിൽ നിന്ന് അത് 25,000 വന്നു. 25,000 നിന്ന് ഇത് ഒരു വീക്ക്ലി ചാർട്ടാണ്. ഓക്കെ. മാർക്കറ്റിലൊരു ബ്രേക്കൗട്ട് കാണിക്കുന്നതുണ്ടോ? ഈ ബ്രേക്കൗട്ട് ഗുഡാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 26,000 റേഞ്ചിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 25,800 റെസിസ്റ്റൻസ് ഉണ്ടാവും. എന്നാലും 26,000 പോകാനുള്ള ഒരു സെറ്റപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വലിയ ക്വാണ്ടിറ്റി ഒരു പൊസിഷനിലും എടുക്കാത്തതും കളയാത്തതും. അതുപോലെ നേരത്തെ പറഞ്ഞിരുന്നു ആക്സിസ് ബാങ്കിൻ്റെ എൻട്രി പറഞ്ഞിരുന്നു 1,080, എനിക്ക് ഓർമ്മയില്ല, 1,060, 1,080. കൊടാക് ബാങ്ക് 2,000 താഴെ നിന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2,020 ആയിട്ടുണ്ട്. 1% ഗെയിന് വന്നിട്ടുണ്ട്. ഇനിയും കയറി വരാനുള്ള സാധ്യതയുണ്ട്. HDFC ബാങ്ക് മാത്രമാണ് അത് വരാതിരിക്കുന്നത്. റിലയൻസ് 1,300 സംതിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1,400 എത്തി. ഇനിയും അതിന് മേളിലോട്ടുള്ള മൊമെൻറ്റം ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് എൻട്രി ഏരിയ ആവുന്നതേ ഉള്ളൂ. ഇനിയും മൊമെൻറ്റം അതിനകത്ത് കിടപ്പുണ്ട്. ICICI ബാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക. SBI ഒരുപാട് കാലമായിട്ട് നമ്മുടെ ഗ്രൂപ്പിനകത്ത് 820 റേഞ്ചിൽ ബൈ പറയുന്നുണ്ട്. 800 പറയുന്നുണ്ട്, 820 ബൈ പറയുന്നുണ്ട്, 830 ആയിട്ടുണ്ട്. ഇനിയും അതൊരു മൊമെൻറ്റം ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ബാങ്കിങ് സെക്ടർ ഇന്നലെ തന്നെ ഞാൻ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാങ്കിങ് സെക്ടർ വാച്ച് ചെയ്യുക. കൊടാക് ബാങ്ക് പ്ലസ് വേറെ ഏതോ ഒരു ബാങ്ക് കൂടെ ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക് ഓൾറെഡി എൻ്റെ കയ്യിൽ പൊസിഷൻ ഉണ്ട്. സോ ബാങ്കിങ് സെക്ടർ നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഓക്കെ. അപ്പോൾ അത്രയും തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. ക്രൂഡ് ഓയിൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം മൂവ് ചെയ്തിരുന്നു. ഇന്നലെ പറഞ്ഞിരുന്നു ഈ ഒരു മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത്. ആ അപ് ട്രെൻഡ് ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് താഴെ വന്നു എങ്കിലും അത് തിരിച്ച് വീണ്ടും അതുപോലെ കയറി പോയിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇത് ഓൾമോസ്റ്റ് നല്ലൊരു മൊമെൻറ്റത്തിൽ കയറി വന്നിട്ടുണ്ട്. ഇനിയും അതിനകത്ത് മൂവ്മെൻറ്റ് കിടപ്പുണ്ട്. സോ ട്രേഡ് സേഫ് ഇതൊരു ഫ്ലാഗ് പോലെ നിങ്ങൾക്ക് എടുക്കുക എന്നുള്ളതാണ്. ഇതൊരു ട്രെൻഡ്, ഇങ്ങനെ താഴേക്കുള്ളൊരു ട്രെൻഡായിരുന്നു. ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്തിട്ട് ഇതായിരുന്നു ഇതിൻ്റെ എൻട്രി റേഞ്ച് എന്ന് പറയുന്നത്. താഴ്ന്ന എൻട്രി ഉണ്ടായിരുന്നു, ഇത് രണ്ടാമത്തെ എൻട്രി റേഞ്ച്. ഈ എൻട്രിയുടെ ടാർഗറ്റ്സ് ഇവിടെ 5,664 ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ 74 വരെ അത് ഓൾറെഡി പോയിട്ടുണ്ട്, അതിനുശേഷവും പോയിട്ടുണ്ട്. സോ നല്ല മൊമെൻറ്റം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചിലപ്പോൾ വന്നേക്ക് 5,660 വന്നിട്ട് തിരിച്ച് വീണ്ടും കയറാനുള്ള സാധ്യതയുണ്ട്. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ. എല്ലാ പൊസിഷൻസും കയ്യിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ട്രയലിംഗ് കേസിൽ എന്തായാലും കീപ്പ് ചെയ്യുക. മാർക്കറ്റിൽ ഇതുവരെ ഒരു നെഗറ്റീവ് ന്യൂസ് ഇല്ല. ട്രംപിൻ്റെ വരാനുള്ള സാധ്യതയേ ഉള്ളൂ. സോ അതുവരെ സേഫായിട്ടിരിക്കുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.